ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മയ്ക്കൊപ്പം തന്നെ മാതാവിനെയും ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനെയും കൊലപ്പെടുത്തിയിരിക്കുന്നു, സുഹൃത്തിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു, പിതാവിന്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഓരോന്നിനും എന്തിനായിരമാണ് ഈ പ്രതിക്ക് പറയാനുള്ളത്? അക്കാര്യങ്ങളെ സംബന്ധിച്ചും പ്രതി എന്താണ് പോലീസിനോട് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇത് സംബന്ധിച്ചൊക്കെ വിശദാംശങ്ങളുമായി അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, ഇന്നലെ മുതൽ നമ്മൾ നാട് നടുങ്ങിയിരിക്കുകയാണ് എന്ന് വളരെ നിസ്സാരമായി പറഞ്ഞു കളഞ്ഞാൽ പോരാ എന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുണ്ട്, വലിയ ഞെട്ടലിലാണ്, വലിയ വേദനയിലാണ്. ഏറ്റവും പ്രിയപ്പെട്ടതായി ഒപ്പം ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്നിരുന്ന ഒരു കുഞ്ഞ് അനിയനെ പോലും എന്തുകൊണ്ട് ഇത്ര ക്രൂരമായി ഇല്ലാതാക്കി എന്നതാണ് എല്ലാവരും ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നു. എന്താണ് ഈ പ്രതി പോലീസിനോട് ഇതിനൊക്കെയും മൊഴിയായി നൽകിയിട്ടുള്ളത്? വിശദാംശങ്ങൾ എന്താണ് അനന്തൻ? മോത്തി, ഈ 5 പേരെ കൊലപ്പെടുത്തിയ ഹീനമായ കുറ്റകൃത്യത്തിൻ്റെ കാരണം, മോട്ടീവ് എന്താണ് എന്നുള്ളതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഇന്നലെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഈ കൊലപാതകത്തിന് ശേഷം കുറ്റം ഏറ്റുകൊണ്ട് അഫാൻ നൽകിയ മൊഴിയുണ്ട്. ആ മൊഴി ഇന്നലെ നമ്മൾ നൽകിയതാണ്. അത് ഈ അഫാൻ പറയുന്നത് പിതാവിൻ്റെ കടബാധ്യത, ആ കടബാധ്യത പരിഹരിക്കാൻ ഒരു മാർഗവും കണ്ടില്ല. ബന്ധുക്കളെ സമീപിച്ചപ്പോൾ അവരും സഹായിച്ചില്ല. അതിൽ പ്രതികാരം കൊണ്ടാണ് താൻ ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ള ഒരു കുറ്റസമ്മതമാണ് ഇന്നലെ അഫാൻ നൽകിയത്. പിന്നീട് പോലീസ് ഇയാളെ ഔദ്യോഗികമായി ചോദ്യം ചെയ്തിട്ടില്ല. കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇയാളെ ബന്ധപ്പെടുമ്പോഴെല്ലാം ഇയാൾ ഈ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോഴും അഫാൻ പറയുന്ന പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതിൽ നേരത്തെ നൽകിയതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം, ഇയാൾ പണയം വെക്കുന്നതിന് മുൻപ് തന്നെ ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് പണം വാങ്ങി, കടമായിട്ട് വാങ്ങി, അത് പിന്നെ ഉച്ചയ്ക്ക് തിരിച്ച് മാല അല്ലെങ്കിൽ ആഭരണം നൽകാം എന്ന് പറഞ്ഞ് വാങ്ങി എന്നുള്ളതാണ്. അതായത് ഈ അഫാൻ്റെ മൊഴിപ്രകാരം വീട്ടിൽ നിന്ന് ഇറങ്ങിയ അഫാൻ നേരെ ഈ സ്വർണ്ണപ്പണയം സ്ഥാപനത്തിലാണ് എത്തുന്നത്. അവിടെ വന്നിട്ട് ഉരുപ്പടി പിന്നെ കൊണ്ടുവരാം, എനിക്ക് കുറച്ച് പണം വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ അവർ പണം, ഒരുപക്ഷെ പരിചയമുണ്ടാകാം ഇയാളെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പണം നൽകുകയും ചെയ്തു. ആ പണം ഉപയോഗിച്ച് താൻ വെഞ്ഞാറമ്മൂട് നിന്ന് ചുറ്റിക വാങ്ങി. ആ ചുറ്റികയുമായി പോയിട്ടാണ് ഉമ്മുമ്മ സൽമാ ബീവിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നത്. കൊലപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് മാല കൈക്കലാക്കി. ആ മാലയുമായി വെഞ്ഞാറമൂട് തിരിച്ചു വന്ന ശേഷം ഈ നേരത്തെ പണം കടം വാങ്ങിയ ആ പണമിടപാട് സ്ഥാപനത്തിൽ ഈ മാല ഏൽപ്പിക്കുന്നു, ഉരുപ്പടിയായി ഏൽപ്പിക്കുന്നു. അതിനുശേഷം പിന്നീട് ഇയാൾ നേരെ പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. അതിനുശേഷം തിരിച്ച് വീട്ടിലെത്തി ഉമ്മയെ ആക്രമിക്കുന്നു. ഈ കാമുകിയെ വിളിച്ചു വരുത്തി അവരെ കൊലപ്പെടുത്തുന്നു. പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന സഹോദരനെ വിളിച്ചു വരുത്തി അവനെയും കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനിൽ വന്നു എന്നുള്ള ആ മൊഴിയിലാണ് ഇപ്പോഴും ഇയാൾ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ ഈ മൊഴി പോലീസ് വിശ്വസിക്കുന്നില്ല. ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഈ മൊഴിയിൽ ഉണ്ട്. അതിന് കാരണം ഇയാൾ സഞ്ചരിച്ച CCTV ദൃശ്യങ്ങളും ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ചില വൈരുദ്ധ്യം പോലീസിന് കിട്ടുന്നുണ്ട്. അതായത് ഇയാൾ ഈ പണയം വെച്ചു എന്നുള്ള കാര്യമൊക്കെ പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതിൽ എത്ര പണം വാങ്ങി എന്നുള്ള കാര്യത്തിന് പോലീസിന് ഇനി വെരിഫിക്കേഷൻ ആവശ്യമാണ്. പക്ഷേ ഇയാൾ ഈ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ ശേഷം വെഞ്ഞാറമൂട് എത്തുമ്പോൾ ഇയാളുടെ ഫോണിലേക്ക് ഈ കൊല്ലപ്പെട്ട പിതാവിൻ്റെ സഹോദരൻ്റെ കോള് വന്നിട്ടുണ്ട്. അതെന്തിനാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ പോലീസ് അവിടെ അനുമാനിക്കുന്നത് ഒരു കാര്യം, ഈ ഉമ്മുമ്മയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ സ്വന്തം വീട്ടിൽ സ്വന്തം ഉമ്മയ്ക്ക് നേരെ ഇയാൾ അതിക്രമം കാണിച്ചു എന്നുള്ളതാണ്. ഉമ്മയെ ഷാൾ മുറുക്കി കഴുത്ത് ഞെരിച്ച് തലയ്ക്കടിച്ച് ബോധരഹിതയാക്കി ഒരു മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് ഇയാൾ ഈ കൃത്യങ്ങൾക്കായി പുറപ്പെടുന്നത് എന്നുള്ളൊരു വിവരം പോലീസിനുണ്ട്. അതിലും സ്ഥിരീകരണം പോലീസിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ആക്രമിച്ചത് ഉമ്മയെ തന്നെയാണ് എന്നുള്ള ഒരു വിവരം പോലീസിനുണ്ട്. അപ്പോൾ അതിലും സ്ഥിരീകരണം ആവശ്യമാണ്. ഏതായാലും ഈ അഫാൻ അയാളുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ അയാൾ പറയുന്നത് ആദ്യം പണം കടം വാങ്ങി ആ പണം ഉപയോഗിച്ചിട്ടാണ് ഈ ഹാമർ, ഈ ചുറ്റിക വാങ്ങിക്കുന്നത്. പിന്നീടാണ് ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ സ്വർണം കടം വാങ്ങിയ സ്ഥാപനത്തിൽ ഈ സ്വർണം പിന്നീട് കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യങ്ങളിലെല്ലാം ഒരു ക്ലാരിറ്റി വരണം. പിന്നീട് പോലീസ് സംശയിക്കുന്നത് പിതാവിന് കടബാധ്യതയുണ്ട്, ആ ബാധ്യതയുമായി ബന്ധപ്പെട്ട് ഈ കുടുംബങ്ങൾ സഹായിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഇവർക്കുണ്ട്. അതിൻ്റെ കൂടെ ഈ കാമുകിയെ വിവാഹം കഴിക്കാൻ ഇയാൾ ആലോചിച്ചിരുന്നോ, അതിന് സെപ്പറേറ്റ് ആയിട്ട് ഇയാൾ പണം കുടുംബത്തിലൊക്കെ ആവശ്യപ്പെട്ടിരുന്നോ എന്നുള്ള കാര്യവും പോലീസ് സംശയിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം നടക്കാത്തത് കൊണ്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് തടസ്സമാകുമെന്ന് കണ്ട് അതുകൊണ്ടാണോ ഈ കുട്ടിയുടെ ലഹരി ഉപയോഗവുമായി
ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യക്തത പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? പോലീസിന് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പോലീസിന് ബന്ധുക്കളിൽ നിന്ന് ചില മൊഴികളുണ്ട്. ഇയാൾ ഡ്രഗ് അഡിക്റ്റ് ആണ്, ഡ്രഗ് ഉപയോഗിക്കാറുണ്ട് എന്നുള്ള മൊഴി പോലീസിന് ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ അഫ്വാൻ പറയുന്നത് അങ്ങനെ ഇല്ല, താൻ ലഹരിക്ക് അടിമയല്ല, ലഹരി ഉപയോഗിക്കാറേ ഇല്ല എന്നുള്ള മൊഴിയാണ് പോലീസിന് അഫ്വാൻ കൊടുത്തിരിക്കുന്നത്. അതിൽ പക്ഷേ പോലീസിന് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആവശ്യമാണ്. പക്ഷേ പോലീസിനെ ഏറ്റവും കൂടുതൽ അമ്പരിപ്പിച്ച കാര്യം ഇന്നലെ മുതൽ ഇയാൾ ഒറ്റയ്ക്കാണോ ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതായിരുന്നു. കാരണം രണ്ടുപേരുള്ള വീട്ടിൽ ഈ പിതാവിൻ്റെ സഹോദരനും അയാളുടെ ഭാര്യയുമുള്ള വീട്ടിലെത്തി കൊലപാതകം നടത്തുമ്പോൾ അവിടെ ഒരു പ്രതിരോധവും ഉണ്ടായില്ലേ എന്നുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. അതായത് അഫ്വാൻ എല്ലായിടത്തും ഒറ്റയ്ക്കെത്തിയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം. അതിന് CCTV ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ച് തെളിവായി സൂക്ഷിച്ചിരിക്കുന്നത്. ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അഫ്വാൻ ഒറ്റയ്ക്ക് ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇയാൾ ഈ രീതിയിൽ ഇത്ര വയലൻ്റായി അയാളെ പ്രകോപിപ്പിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ കൊലപാതക രീതി എവിടെ നിന്ന് ഉണ്ടായി, അതിന് ഇയാൾ ലഹരി കഴിച്ചിരുന്നു ആ സമയത്ത്. കാരണം അത്രയും മൃഗീയമായ കൊലപാതകമാണ് നടത്തിയത്. സ്വന്തം കാമുകിയുടെ വരെ മുഖം അടിച്ച് തകർത്ത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആക്കി കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും പ്രതികാര ബുദ്ധിയോടെ പെരുമാറണമെങ്കിൽ ഒന്നുകിൽ ഡ്രഗ് കഴിക്കണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഈ വീഡിയോ ഗെയിമോ അല്ലെങ്കിൽ മറ്റ് സിനിമകളോ എന്തെങ്കിലും പ്രചോദനമാകണം. അപ്പോൾ ആ കാര്യങ്ങൾ സാധാരണ മനോനിലയിലുള്ള ഒരാൾക്ക് ഇത് ഏതായാലും ചെയ്യാൻ കഴിയില്ല എന്നത് ഏത് സാധാരണക്കാരനും ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പോലീസും ആ വഴിക്ക് തന്നെ അന്വേഷണം നടത്തുമായിരിക്കും എന്ന് വിചാരിക്കാം, അല്ലേ അനന്തൻ? തീർച്ചയായിട്ടും. അപ്പോൾ പോലീസ് ഒരുപാട് കാര്യങ്ങൾ ഇയാളെ സംബന്ധിച്ച്, ഇയാളുടെ പശ്ചാത്തലം സംബന്ധിച്ച്, കാരണം പോലീസ് ഇന്നലെ തന്നെ ഇയാളുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവിടെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് പള്ളികളിലൊക്കെ വരുന്ന ഇയാളുടെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാർ സാധാരണഗതിയിൽ പതിവായി പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ പള്ളിയിൽ ഇങ്ങനെ സ്ഥിരമായി പള്ളിയിൽ വരുമ്പോൾ സ്വാഭാവികമായി അവിടെ ഒരു ബോണ്ട് ഉണ്ടാകും ആൾക്കാരുമായിട്ട്, ബന്ധുക്കളല്ലെങ്കിൽ കൂടി ആ നാട്ടുകാരുമായിട്ടൊക്കെ. പക്ഷെ അങ്ങനെ ഒരു ബോണ്ട് ആരുമായിട്ടും ഇയാൾക്കില്ല എന്നുള്ളതാണ് അവിടുത്തെ ചെറുപ്പക്കാർ പറയുന്നത്. ഇയാളിങ്ങനെ പ്രത്യേകിച്ചൊരു സൗഹൃദ വലയം അവിടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവർക്കും ഇയാളെ അറിയുന്നത് ഇയാളും എപ്പോഴും സഹോദരനും കൂടെ കാണും എന്നുള്ളതാണ്. ഈ കൊല്ലപ്പെട്ട 13-കാരനും അഫ്വാനും എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത്. ഈ പള്ളിയിൽ വരുന്നതും ഈ 13-കാരനെയും കൊണ്ടാണ്. ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ ഇരുവരും പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ പുറത്ത് അധികം സൗഹൃദ വലയങ്ങളില്ല. ഇതിനിടയിൽ ഇയാൾ എവിടെയോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം പിതാവിൻ്റെ അടുത്തേക്ക് ഗൾഫിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷം ഇയാൾ മറ്റ് ജോലികളൊന്നും ചെയ്യുന്നില്ലായിരുന്നു, ഒരു ജോലിക്കൊന്നും പോകുന്നില്ലായിരുന്നു, വീട്ടിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ സാമ്പത്തിക ക്രൈസിസ് വന്ന ഈ പോലീസിന് ഇയാൾ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സാമ്പത്തിക ക്രൈസിസ് കാരണം പിതാവ് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ ഉമ്മ ക്യാൻസർ രോഗിയും കൂടാണ്. അപ്പോൾ ഈ സാമ്പത്തിക ബാധ്യത എല്ലാം കാരണം ഉമ്മ വളരെ ദയനീയമായി, അല്ലെങ്കിൽ ഇനിയൊരു വഴിയില്ല എന്ന മട്ടിൽ ഈ അഫ്വാനോടും മറ്റും പറഞ്ഞിരുന്നു അത്രേ, ഇനി ആത്മഹത്യയല്ല വഴിയില്ല, നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് മരിക്കാം, അങ്ങനെ ഒരു പ്ലാൻ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൂടി കേട്ടതോടെയാണ് ഇവരെയെല്ലാം സഹായിക്കാത്ത ബന്ധുക്കളെ കൊലപ്പെടുത്തിയേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അയാൾ എത്തിയതെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. കാര്യങ്ങളിലൊരു വ്യക്തത വരുത്തേണ്ടത് ഇനി ഷെമിയുടെ മൊഴിയാണെന്ന് തോന്നുന്നു. ഷെമിയാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയേണ്ടത്, എന്താണ് സംഭവിച്ചത് എന്നും അത്തരത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണോ ഈ കൊലപാതകങ്ങൾ പ്രതി നടപ്പിലാക്കിയത്, പിന്നീട് സ്വയം മരണം വരിക്കുക എന്നൊരു കാര്യത്തിലേക്ക് എത്താൻ പ്രതിക്ക് കഴിയാതിരുന്നതാണോ, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് വരണം.